ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടൻ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ തൂക്കിയ സിനിമയാണല്ലോ എമ്പുരാൻ. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമ 250 കോടിയിലധികം വേൾഡ് വൈഡ് കളക്ഷൻ പിന്നിട്ടതോടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ എന്നല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായിട്ട് ലാലേട്ടൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ വലിയ സീനിയർ താരങ്ങളിൽ ഒരാളാണല്ലോ ലാലേട്ടൻ. 47 വർഷത്തെ പരിചയമുണ്ട് അദ്ദേഹത്തിന് സിനിമ ഇൻഡസ്ട്രിയിൽ. ഇപ്പോഴത്തെ രജനികാന്ത്, കമലഹാസൻ എന്നിവർക്ക് ശേഷം ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നായകനായി എത്തിയ സിനിമ 250 കോടിയിലധികം കളക്ഷൻ കടന്നിട്ടുള്ള മറ്റൊരു സീനിയർ താരം അത് ലാലേട്ടൻ മാത്രമാണ് എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നോക്കുകയാണെങ്കിൽ സീനിയർ സൂപ്പർ സ്റ്റാർസിൽ നിലവിലെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ 3 പേർക്ക് മാത്രമേ 250 കോടിയിലധികം കളക്ഷൻ ഉള്ള സിനിമകളുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മോളിവുഡിന്റെ അഭിമാന താരമായിട്ട് ലാലേട്ടൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിമാന സിനിമയായിട്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മോളിവുഡിൽ തന്നെ ഉണ്ട് ലാലേട്ടനേക്കാൾ പ്രായമുള്ള ഒപ്പം തന്നെ സീനിയർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു മെഗാസ്റ്റാർ. അതോടൊപ്പം തന്നെ അന്യഭാഷകളിൽ നോക്കുകയാണെങ്കിൽ ചിരഞ്ജീവി, ബാലയ്യ, ഒപ്പം തന്നെ അമിതാഭ് ബച്ചൻ എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ സീനിയർ സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. അവർക്കൊന്നും തന്നെ ഇല്ലാത്ത 250 കോടി കളക്ഷനാണ് ഇപ്പോഴത്തെ മലയാളത്തിന്റെ ലാലേട്ടൻ, അതും ഈ കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് നിന്നും പിറന്ന സിനിമയിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വേറെ ലെവൽ അഭിമാന നേട്ടം എന്നതിലുപരി വാക്കുകൾക്ക് അതീതമായ നേട്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെ നോക്കിയാലും ലാലേട്ടൻ അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോഴത്തെ സ്റ്റാർഡത്തിന്റെ കാര്യത്തിലാണെങ്കിലും ബോക്സ് ഓഫീസ് പവറിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് ലെവൽ മുകളിലാണ് എന്ന് ഇനി പ്രത്യേകം ആരെയും അറിയിക്കേണ്ടതായിട്ടില്ലല്ലോ. ഇടക്കാലത്ത് പിന്നിൽ നിന്ന് വെട്ടിയ അതോടൊപ്പം തന്നെ ലാലേട്ടനെ വിമർശിച്ചവർക്കെല്ലാം തന്നെ ഇതിനേക്കാൾ വലിയ അടി ഇനി പ്രത്യേകിച്ച് നൽകാനായിട്ടില്ല. ഇനി സിനിമയുടെ ഇന്നത്തെ ഞായറാഴ്ച പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ശനിയാഴ്ചയേക്കാൾ മികച്ച പ്രീസെയിൽ സിനിമ കേരളത്തിൽ നേടിയെടുത്തിട്ടുണ്ട്. 1,72,00,000 മുകളിലാണ് ഇന്നത്തെ സിനിമയുടെ കേരള പ്രീസെയിൽ. അപ്പോൾ ശനിയാഴ്ചയേക്കാൾ കൂടുതൽ കളക്ഷൻ എന്ന ഞായറാഴ്ച സിനിമ നേടിയെടുക്കും. അടുത്ത മണിക്കൂറുകളിൽ എസ്റ്റിമേറ്റ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ കേട്ട് എമ്പുരാൻ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ.